വെൽക്കം ടു മൈ ചാനൽ. മുടിക്ക് ഉള്ള കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഉള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എൻ്റെ മുടി കൊഴിച്ചിൽ എത്രത്തോളമായിരുന്നു എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതിട്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മുടിക്ക് വന്ന മാറ്റവുമാണത്. ആ മുൻ ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളമാണ് ആ കൊഴിച്ചിലെന്ന്. ഓരോ ഉരുളയും ഓരോ ദിവസവും പോയ മുടികളാണ്. അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി മുടിക്ക് ഉള്ളു വെക്കാനും മുടി കൊഴിച്ചിൽ കുറയാനും എന്നെ സഹായിച്ച കുറച്ച് മരുന്നാണിത്. മരുന്നെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയെടുത്ത നാച്ചുറൽ സെറമാണിത്. ഇതുണ്ടാക്കാൻ ആദ്യമായി വേണ്ടത് റോസ്മേരി ലീവ്സാണ്. പിന്നെ വേണ്ടത് ഗ്രാമ്പൂ, പിന്നെ വേണ്ടത് തേയില. റോസ്മേരി ലീവ്സ് ഇത് മിക്ക ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇത് അല്ലെങ്കിൽ ഓൺലൈനായി വാങ്ങാവുന്നതുമാണ്. ഇത് മൂന്നും ഇട്ട് നന്നായി തിളപ്പിക്കുക. ഒരു 10 മിനിറ്റെങ്കിലും വേവിക്കാൻ നോക്കുക. അത് ചൂടായി അതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങിയതിന് ശേഷം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കാവുന്നതാണ്. എന്നിട്ട് അത് അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലിലോ ഒരു സെറം ബോട്ടിലിലോ ഒഴിച്ചു വെക്കാവുന്നതാണ്. ഇത് കേടുകൂടാതെ ഒരാഴ്ചയൊക്കെ പുറത്തിരിക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതുമാണ്. ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്യാം. തേച്ചതിന് ശേഷം നന്നായി മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മസാജിലൂടെയാണ് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും കൂടുതൽ എഫക്റ്റീവ് ആവുന്നതും. അസാധ്യ മുടികൊഴിച്ചിലുള്ളവരാണെങ്കിൽ വൈറ്റമിൻ D3 ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. വൈറ്റമിൻ D3യുടെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്ത് മരുന്ന് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഡെലിവറിക്ക് ശേഷം എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു. വൈറ്റമിൻ D3 ചെക്ക് ചെയ്തപ്പോഴാണ് അതിൻ്റെ കുറവാണെന്ന് അറിയുന്നത്. സോ അങ്ങനെയുള്ളവർ ടാബോ ക്യാപ്സ്യൂളോ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഫോളോ ചെയ്ത് റിസൾട്ട് കിട്ടിയവർ കമൻറ്റ് ഇടുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.